ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് രാത്രി കയറി വന്നപ്പോഴേ കറിയൊന്നും ഇല്ലായിരുന്നു. രാവിലെ ഞാൻ ബിരിയാണി വെച്ചിട്ടും പോയി, പിന്നെ കറി ഒന്നും വെച്ചില്ല. അപ്പോൾ രാത്രി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്യാമെന്ന് നേരെ ഞാൻ പോയത് നമ്മുടെ കറിവേപ്പില ചെടിയിലാട്ടോ. കുറേ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലകൾ അങ്ങോട്ട് എടുത്തു. അതെടുത്തിട്ട് ഇതെന്താണ് കറി താളിക്കാനല്ലേ എന്നല്ല നിങ്ങൾ ഓർക്കുന്നത്? അല്ല, ഇതാണ് നമ്മുടെ മെയിൻ ഡിഷ്. അപ്പോൾ അത് കഴുകി മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ തുവരപ്പരിപ്പും ഡ്രൈ ആയിട്ടിട്ടിട്ട്, എന്നിട്ട് ചുവന്നമുളക് നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച്, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഡ്രൈ ആയിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇന്നത്തെ ആഹാരത്തിന് ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെയ്യണേ. ഡ്രൈ റോസ്റ്റായി എല്ലാം ഇങ്ങനെ ഒരു ചുമന്ന് വരുമ്പോൾ നമ്മളിവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില ആവശ്യത്തിന് എടുത്തോട്ടോ. അതും കൂടെ ഇട്ട് ഡ്രൈ ആയിട്ട് തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. കറിവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്, മുടി വളരാൻ ഒക്കെ നല്ലതാട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിരകിയതോ കൊത്തായിട്ടോ എന്ത് വേണമെങ്കിലും എല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ആ തേങ്ങയിലിരിക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ അംശം എല്ലാം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണം, ഇതിലോട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ലേ. അതിനുശേഷം ഞാൻ ഡ്രൈ ആയതിനു ശേഷം നല്ലെണ്ണ 1.5 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണം എണ്ണ ചേർക്കാൻ കേട്ടോ. എന്നിട്ട് എണ്ണയും കൂടെ ചേർത്ത് ഒരു 2 സെക്കൻഡ് ഇതൊന്ന് അങ്ങോട്ട് വഴറ്റി കൊടുത്ത് ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വാളംപുളി ഇട്ട് കൊടുക്കണം, പുളിക്ക്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കറിവേപ്പില ചമ്മന്തി ഇവിടെ റെഡിയായി. ഈ ഒരു ചമ്മന്തി മാത്രം മതി 1 പ്ലേറ്റ് ചോറ് തിന്നാൻ. സത്യമായിട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ വെച്ച് നോക്കുക. കറിവേപ്പില നമ്മുടെ താളിപ്പിൽ നിന്ന് എടുത്ത് നമ്മുടെ കറിയിൽ നിന്ന് കളയുന്ന പിള്ളേർക്കൊക്കെ ഇത് വെച്ച് കൊടുക്കുക. എന്നു വെച്ചാൽ കറിവേപ്പില എന്നുള്ളത് മുടി വളരാനും കണ്ണിനും ഒക്കെ നല്ലതാണ്. ആഴ്ചയിലൊന്നും ഇങ്ങനെ ചെയ്തു കൊടുത്തേ ഇതൊരു മരുന്ന് പോലെ കേട്ടോ. ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതിലോട്ട് കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ച്, നല്ലെണ്ണ ഏറ്റവും നല്ലതാണ് ചൂടൊക്കെ ഉള്ള സമയത്ത് വയറ് തണുക്കാനൊക്കെ. അപ്പോൾ ഇതൊരു ഔഷധം പോലെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വെച്ച് കൊടുക്കണേ, വേറെ ഒന്നും വേണ്ട. ഞാൻ ഇന്നിത് മാത്രമാണ് കൂട്ടി കഴിക്കുന്നത്, വേറെ ഒരു കറിയും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ കൊച്ചു വെറുതെ എടുത്ത് തിന്നതാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മേടിച്ചുകൊണ്ടൊക്കെ വരുമ്പോൾ ഇതുപോലൊന്ന് ചമ്മന്തിയൊക്കെ വെച്ച് നോക്ക്. കഞ്ഞിയുടെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. അതുപോലെ ചൂട് ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തി ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കഴിക്കാം കേട്ടോ. എൻ്റെ വായിൽ നിന്ന് നല്ല വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചമ്മന്തി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാവേ. സബ് ചെയ്യാത്തവരൊന്ന് സബും കൂടെ ചെയ്യണേ. ടാറ്റാ.